സൈക്കിൾ മോഷ്ടാവായ അതിഥി തൊഴിലാളിയെ പിടികൂടിയത് ആരാണെന്നാണ് 4ാം ക്ലാസ്സുകാരൻ. പെരുമണ്ണ പുത്തൂർ മഠം AMUP സ്കൂളിലെ വിദ്യാർത്ഥി ആദം റൈഹാനാണ് സൈക്കിളുമായി കടന്നു കളഞ്ഞ കള്ളനെ കയ്യോടെ പൊക്കിയത്. എങ്ങനെയാണ് നോക്കാം. പെരുമണ്ണയിലെ നാട്ടുകാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു 4ാം ക്ലാസ്സുകാരനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. എന്താണെന്നല്ലേ, ആദത്തിന്റെ സൈക്കിള് ഒരു മോഷ്ടാവ് അടിച്ചോണ്ട് പോയി. അവൻ വളരെ ധീരമായിട്ട് ആ സൈക്കിളിനെ വീണ്ടെടുത്തു. എല്ലാവരും ചേർന്ന് ആദം റൈഹാന് ഈ അവാർഡ് സമ്മാനിക്കുകയാണ്. മദ്രസ സൈക്കിൾ എടുത്തിട്ട് കഴിഞ്ഞു. അപ്പോൾ മദ്രസ വിട്ട് കഴിഞ്ഞ് ഫ്രണ്ട്സിനൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ സൈക്കിൾ കാണാനില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉസ്താദ്മാരെ ഞാൻ പറഞ്ഞു. ഉസ്താദ്മാർ അവിടുത്തെ ക്യാമറയിൽ നോക്കി. അപ്പോൾ ഉസ്താദ് പറഞ്ഞു വൈകുന്നേരം നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വരുത്തി. ഇവിടെ നിന്ന് നേരെ തിരിച്ച് നമ്മളെ അക്കർപ്പേടയിൽ പോയി ചോദിച്ചു നോക്കി പഴയ സൈക്കിൾ കിട്ടിയെന്ന്. പറഞ്ഞ് കിട്ടിയല്ല അറിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് പോവാൻ ബാക്കോട്ട് നിൽക്കുമ്പോൾ എൻ്റെ സൈക്കിൾ എടുത്ത് ഒരാൾ പോകണമെന്നുണ്ട്. അപ്പോൾ ഞാൻ അക്കർപ്പേടത്തെ അയാളും എന്നെ പിടിച്ച അയാളെ. വലിയൊരാളാണ് സൈക്കിൾ കൊണ്ടുപോയത്. അപ്പോൾ അയാളെ ചെന്നിട്ട് തള്ളിയിടായിരുന്നു. അയാൾ ഫസ്റ്റ് ഞാൻ പിടിച്ചപ്പോൾ എൻ്റെ കൈയിൽ നിന്ന് കഴിഞ്ഞിപ്പോയി. പിന്നെ അല്ലേ അയാളെ പിടിച്ചിട്ടില്ലേ മുന്തി. അപ്പം അയാളെ തോട്ടിക്ക് വീണി. തോട്ടിക്ക് വീണിട്ട് അയാളെ കാട്ടാൻ ഞാൻ വന്നപ്പോൾ അവിടുന്ന് ആൾക്കാരെല്ലാവരും കൂടി അയാളെ കിട്ടിയിട്ട്. ഞാൻ ഏകദേശം പിന്നെ ഒരു 1.5 മണിക്കൂർ സൈറ്റിലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ടൈം എടുക്കും. അതവനോട് ഞാൻ വീട്ടിലേക്ക് പോരുമെന്ന് പറഞ്ഞത്. പിന്നെ വൈഫുണ്ട് വിളിക്കുന്നത്. ഓനൊരു 1.5-2 മണിക്കൂർ അയക്കുന്നു. അവനെ കാണില്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ ഉസ്താദിനെ വിളിച്ച് നോക്കി. ഉസ്താവും പറഞ്ഞ് ഇവനെ അപ്പോൾ തന്നെ പോന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ടെൻഷനായി, കാരണം ഇവനെ കാണാനില്ലല്ലോ. ഇവിടെ ഉണ്ട് കരച്ചിലൊക്കെ തുടങ്ങിയിരിക്കുന്നു വൈഫ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. മദ്രസൻ്റെ അവിടെ പോയപ്പോൾ അവിടെ ഫുള്ള് ആളുകളെ ജനങ്ങളായിട്ട് ഫുള്ള് പ്രശ്നം. ഓനെ ഒരു 12 മണിക്കൂർ ഉണ്ടെങ്കിൽ 10 മണിക്കൂർ തേക്കുമ്പോൾ തന്നെയാണ് അങ്ങനെ റൗണ്ടിങ്. പിന്നെ അത് പോകുമ്പോഴുള്ള ഒരു ടെൻഷനാണോ എനിക്ക്. അതാണോ വീട്ടിലേക്ക് എത്താൻ ചെയ്യും. കാരണം 2 മണിക്കൂറും കഴിഞ്ഞിട്ടും ആളെ കാണില്ലല്ലോ. അവന് ആക്രി ഷോപ്പ് പോയിട്ടുണ്ട്. പിന്നെ അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ ഫ്രണ്ടിനും കൂട്ടി ഒരുവിധം വഴിയിലൊക്കെ നടന്നിക്കണേ. ഇപ്പം പോയി ചോദിക്കുന്നത് ആക്രി ഷോപ്പ് പോയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിറ്റിക്കണോന്നാണ് ചോദിക്കുന്നത്. അതാണ് അവൻ്റെ സംശയം. ഞാൻ അവനെ ചോദിച്ചു അതൊക്കെ എങ്ങനെ ഞങ്ങൾക്ക് മൈൻഡിൽ വന്ന്. അപ്പോൾ അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ഈ TV-യിലൊക്കെ കാണുന്നത് എങ്ങനെയാണ് കൊണ്ടുപോയി വിറ്റ് പൈസ ഉണ്ടാക്കുക അതൊക്കെ ആണല്ലോ. അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ ആക്രി ഷോപ്പിൽ എത്തുന്നത്. 2 ഷോപ്പ് കയറിയിട്ട് 3ാമത്തെ ഷോപ്പിലേക്ക് പോകുമ്പോഴാണ് മൂപ്പരെടുത്ത് പോയി ചോദിക്കുന്നത് ഇവിടെ കൊണ്ട് തന്നീനോ എന്നുള്ളത്. അങ്ങനെയാണ് മൂപ്പര് എല്ലാവരും കൂടെ ഇത് കാണുന്നത്. ആദം ഇപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. അവന് സൈക്കിള് തിരികെ കിട്ടി. ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നം വന്നാലും അവൻ സ്ട്രോങ് ആയിട്ട് നിൽക്കും അല്ലേ? മനോജ് പയ്യന്നൂരിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അല്ലെങ്കിലും LP സ്കൂളിലൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ ആ ഒരു 10 വയസ്സിലൊക്കെ താഴെയുള്ള പ്രായത്തിൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു തേരാണ് അല്ലേ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതിക്കാണെങ്കിൽ ഹാർലി ഡേവിഡ്സൺ എന്നൊക്കെ പറയാം. അത്രയ്ക്കും അഭിമാനത്തോടെ ഇഷ്ടത്തോടെ കൊണ്ടു നടക്കുന്നതാണ് ഒരു സൈക്കിൾ. അത് കയ്യിൽ നിന്ന് പോയാൽ പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആദമെന്ന ആ ചെറു മിടുക്കൻ അങ്ങനെ ചിന്തിച്ച് ആളെ പൊക്കിയത്. അപ്പോൾ അഞ്ജന കൂടുതൽ പറയും. അഞ്ജന, ആദം സംസാരിക്കുമ്പോഴൊക്കെ വളരെ സാധുവായ ഒരാളാണ്. പക്ഷേ കൃത്യമായി ആലോചിച്ച് അതിൻ്റെ പിതാവ് തന്നെ പറയുന്നുണ്ട് എങ്ങനെയൊക്കെ ചിന്തിച്ചു എന്നുള്ള TV-യിലൊക്കെ കാണുന്നതല്ലേ എന്നാണ്. അപ്പോൾ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ലോണം നിരീക്ഷിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. അപ്പോൾ ആൾ ഉഷാറാണ് അല്ലേ? പുത്തൂർ മഠം AMUP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദം റൈഹാൻ. അവന് ഏറ്റവും ഇഷ്ടമുള്ളത് അവൻ്റെ സൈക്കിളാണ്. 6 മാസം മുന്നാണ് അവൻ്റെ വാപ്പ അവന് ഒരു സൈക്കിൾ സമ്മാനമായിട്ട് വാങ്ങിക്കൊടുത്തത്. അപ്പോൾ എപ്പോഴും അവൻ അതിൻ്റെ പുറത്തായിരിക്കും, സൈക്കിളും ചുറ്റിയിട്ടായിരിക്കും നടക്കുന്നത്. അവധി ദിവസമൊക്കെ ആവാൻ വേണ്ടി കാത്തിരിക്കും, സൈക്കിളും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എവിടെയെങ്കിലും ഒരു കളിസ്ഥലത്ത് പോയിരുന്ന് കൂട്ടുകാരുടെ ഒപ്പം കളിക്കുന്ന ഒരു രീതിയൊന്നും അവനില്ല. എവിടെയെങ്കിലും ഇതുപോലെ സൈക്കിളും എടുത്ത് കൂട്ടുകാരോടൊപ്പം സൈക്കിൾ ചവിട്ടി നടന്ന് ആഘോഷിക്കുകയായിരിക്കും അവധി ദിവസങ്ങളൊക്കെ. അപ്പോൾ ആ സൈക്കിളാണ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി വന്നിട്ട് അടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അവനത് സഹിച്ചില്ല. അവൻ അയാളെ പോയി പിന്തുടർന്ന് പിടിച്ച് സൈക്കിൾ തിരികെ വാങ്ങിക്കുകയായിരുന്നു. മദ്രസയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് സൈക്കിൾ പൂട്ടി വെച്ചതായിരുന്നു. അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ സൈക്കിളിനോട് ചേർന്നിട്ട് ചങ്ങലക്കിട്ട് പൂട്ടി വെച്ചു.
എന്നിട്ട് മദ്രസയിലേക്ക് പോയി. മദ്രസ കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ സൈക്കിളില്ല. അത് അവർ മോഷ്ടിച്ചുകൊണ്ട് പോയി. മദ്രസയിലെ ഉസ്താദിനോട് കാര്യം അവൻ പറഞ്ഞു. അപ്പോൾ ഉസ്താദ് അവിടെയുള്ള ഒരു CCTV പരിശോധിച്ചു. അപ്പോൾ ആരോ ഇങ്ങനെ സൈക്കിൾ എടുത്ത് കൊണ്ടുപോകുന്നതായിട്ട് ദൃശ്യങ്ങളിൽ കണ്ടു. അപ്പോൾ ഉടൻ തന്നെ വാപ്പേനെ വിവരം അറിയിച്ചു. അപ്പോൾ വാപ്പ പറഞ്ഞത് അവനോട് വീട്ടിലേക്ക് പൊക്കോളൂ, വാപ്പ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും കേട്ടിട്ട് അവന് മനസ്സ് അടങ്ങിയിരുന്നില്ല. അവൻ്റെ തലയിൽ മൊത്തം ആരായിരിക്കും ആ സൈക്കിൾ എടുത്തുകൊണ്ട് പോയത്, എങ്ങോട്ട് കൊണ്ടുപോയിരിക്കും എന്നുള്ള ആലോചന തന്നെയായിരുന്നു. അവൻ എന്നിട്ട് വാപ്പ പറഞ്ഞത് കേട്ടിട്ട് വീട്ടിലേക്ക് പോയി. വീടിന്റെ മുറ്റം വരെ എത്തിയിട്ട് വീട്ടിൽ കയറാതെ അവൻ തിരിച്ചു പോവാണ് ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട്. സൈക്കിൾ ആരാണ് എങ്ങോട്ടാണ് എടുത്തോണ്ട് പോയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ആക്രിക്കടയിലൊക്കെ അവൻ പരിശോധന നടത്തി. വാർത്തയിൽ നിന്നും അതുപോലെ TV നിന്നൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ സൈക്കിൾ എടുത്തു കൊണ്ടുപോയവര് ആക്രിക്കടയിൽ വിറ്റ് പൈസ വാങ്ങുന്നതൊക്കെ അവന്റെ മനസ്സിലുണ്ട്. അപ്പൊ അതുപോലെ ഇനി ആരെങ്കിലും കൊണ്ടുപോയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവൻ നേരെ ആക്രിക്കടയിലേക്ക് പോവാണ്. അവിടെയൊക്കെ അവന്റെ രീതിയിലൊന്ന് പരിശോധിച്ചു, അവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു. പക്ഷെ അവിടെയൊന്നും സൈക്കിൾ കണ്ടു കിട്ടിയില്ല. എന്നിട്ട് മൂന്നാമതും ഒരു ആക്രിക്കടയിലേക്ക് പോയി, അവിടെയുള്ള ആളോട് ചോദിച്ചു. അപ്പോൾ അയാളും പറഞ്ഞു കണ്ടു കിട്ടിയില്ല. എന്നിട്ട് ആക്രിക്കടയിൽ നിന്ന് തിരിഞ്ഞ വഴിക്ക് അവന്റെ സൈക്കിൾ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ചവിട്ടിക്കൊണ്ടുപോകുന്ന അവൻ കാണാണ്. അവനൊന്നും നോക്കിയില്ല, നേരെ ചെന്ന് അയാളെ തട്ടിയിട്ടു. അയാൾ ഒരു തോട്ടിലേക്ക് വീഴുകയും ചെയ്തു. എന്നിട്ട് ഈ സംഭവം കണ്ടപ്പോൾ ആൾക്കാർ അവിടെ കൂടി എന്താന്ന് കാര്യങ്ങളൊക്കെ അവനോട് ചോദിച്ചു. അപ്പോഴാണ് അവൻ പറയുന്നത് അവന്റെ സൈക്കിൾ ഇതുപോലെ അടിച്ചു മാറ്റി കൊണ്ടുപോയതാണ് അയാൾ എന്നുള്ളത്. ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു. പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു. അപ്പോൾ ഏതായാലും അവന്റെ ഒരു ഇന്റലിജൻസ് അല്ലെങ്കിൽ അവന്റെ ഒരു സ്മാർട്ട്നെസ്സിനാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. എത്ര കുട്ടികൾ ഇങ്ങനെ ചെയ്യും എന്നുള്ളത് അറിയില്ല. ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കുട്ടികൾ ഇതുപോലെ ഭയങ്കര ആക്റ്റീവായിട്ട് മിടുക്കനായിട്ടിരിക്കുക.